ഹായ് എടാ, ഇതൊരു വിവാദം ഉണ്ടാക്കാനുള്ള വീഡിയോ അല്ല എന്ന് മാത്രമല്ല നമ്മുടെ സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പിനെ അതിൻ്റെ സിസ്റ്റത്തെ ഒന്നും വിമർശിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല കേട്ടോ. എന്താ വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ NMMS റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നതിന് ശേഷം NMMSൻ്റെ കട്ട് ഓഫിൽ എന്തുണ്ട്, വലിയ അനീതി ഉണ്ട് എന്നുള്ളത് വിവിധ പത്രമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, ശരിക്കും ഇതിൽ അനീതി ഉണ്ടോ, ഇനി അനീതി ഉണ്ടെങ്കിൽ തന്നെ ഇതിനെന്താണ് ഒരു പരിഹാരം തുടങ്ങിയ കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അൺബയാസ്ഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആൻഡ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും പാരൻസിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ NMMSനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എന്താണ് NMMS എന്ന് വെച്ച് തന്നെ തുടങ്ങട്ടെ. ആദ്യമായിട്ട് NMMS എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അതായത് നിലവിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത 4 വർഷം ഒരു സ്കോളർഷിപ്പോടുകൂടി എമൗണ്ട് കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതായത് 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും 12,000 രൂപ വെച്ചിട്ട് 9ാം ക്ലാസ് 8ലെ കുട്ടികളാണ് ചെയ്യുന്നത്. 9, 10, 11, 12 അങ്ങനെ 48,000 രൂപ NMMS കിട്ടിയ ഒരു കുട്ടിക്ക് കിട്ടും. ഓക്കെ, ഒന്നാമത്തെ കാര്യം. ആൻഡ് ഈ 1 ലക്ഷം വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാർ വീണ്ടും ജനസംഖ്യാടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ 1 ലക്ഷത്തിൽ 3,475 കുട്ടികൾക്കാണ് കേരളത്തിൽ നിന്ന് കിട്ടുക എങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടുന്നത് 15,000-ന് മുകളിൽ കുട്ടികൾക്കാണ് NMMSൻ്റെ സ്കോളർഷിപ്പ്. ജനസംഖ്യ അടിസ്ഥാനത്തിലാണ്. അതിലൊരു അൺഫെയർനെസ് ഇല്ല എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. എന്ന് മാത്രമല്ല, ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പർ എന്തല്ല, കേരളത്തിലെ കുട്ടിയും ഉത്തർപ്രദേശ്, നമ്മളെ നീറ്റോ ജെയ്യൊക്കെ പോലെ കേരളത്തിലെയും ഉത്തർപ്രദേശിലെയും കുട്ടി ഒരേ ചോദ്യ പേപ്പർ അല്ല എഴുതുന്നത്. അതായത് കേന്ദ്ര സർക്കാർ പറയുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് 3,475 കുട്ടികൾ കൊടുക്കുക, നിങ്ങളൊക്കെ പരീക്ഷ നടത്തുന്നതാണ്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ കുട്ടികൾ ഒരേ പരീക്ഷ എന്നത് ഉത്തർപ്രദേശിലെ കുട്ടികൾ ഏത് പരീക്ഷ എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ചെറിയൊരു അൺഫെയർനെസ് അവിടെ ഉണ്ടെങ്കിലും എന്താണ്, ഇറ്റ്സ് ഓക്കെ അല്ലേ. കാരണം എന്താ, ജനസംഖ്യ അടിസ്ഥാനത്തിൽ അത് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ 3,475 NMMS സ്കോളർഷിപ്പ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷയും എന്താണ്, ഒരൊറ്റ പരീക്ഷയാണ്. ഓക്കെ, ഒരൊറ്റ എക്സാമാണ് 3,475 കുട്ടികൾക്കുള്ളത്. ആൻഡ് ആ സ്കോളർഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കേരള സർക്കാർ വീണ്ടും ഫർദർ ജില്ലാടിസ്ഥാനത്തിലേക്ക് വിഭജിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 8ാം ക്ലാസ് പഠിക്കുന്ന മലപ്പുറം ജില്ലയിൽ 687 സ്കോളർഷിപ്പുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ എഴുതുന്ന പത്തനംതിട്ട ജില്ലയിൽ 79 കുട്ടികൾക്ക് NMMS സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് ഇങ്ങനെ ജില്ലാടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ സ്കോളർഷിപ്പ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ മൊത്തം എല്ലാ ആൾക്കാരും പരീക്ഷ എഴുതി. അപ്പം മലപ്പുറം ജില്ലയിലെ ഈ ടോപ്പ് 687 ആൾക്കാരെ കണ്ടെത്തണ്ടേ. അങ്ങനെ ടോപ്പ് 687 ആൾക്കാരെ കണ്ടെത്തിയപ്പം 180 മാർക്കിൻ്റെയാണ് ഈ പരീക്ഷ. 141 മാർക്ക് കിട്ടിയ ആളാണ് എന്ത്, 687ാമത്തെ ആള്. ഓക്കെ, അപ്പം മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് എന്തായി മാറി, 141ആയി. 180ൽ 141 മാർക്കിൻ്റെ മുകളിൽ കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മലപ്പുറം ജില്ലയിൽ NMMS സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് പത്തനംതിട്ടയിലെ ടോപ്പ് 79 അല്ലെ 79ാമത്തെ ആളുടെ മാർക്ക് നോക്കുമ്പോഴോ അത് 115ആണ്, 180. അതായത് ഓൾമോസ്റ്റ് എന്താണ്, ഒരു 26 മാർക്കിൻ്റെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. 180ൽ 26 മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമാണല്ലേ. ഇവിടെയാണ് എന്ത്, ഇതൊരു അൺഫെയർ ആണെന്നൊക്കെ പറയുന്നത്. അതായത് ഒരേ പരീക്ഷയാണ് എഴുതുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു സാധനം കിട്ടണമെങ്കിൽ 141 മാർക്ക് വേണം. അതേ സ്ഥാനത്ത് പത്തനംതിട്ടയിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ 121 മാർക്ക് ഉണ്ടെങ്കിൽ 115 മാർക്ക് ഉണ്ടെങ്കിൽ എന്താ, NMMS കിട്ടും. ഇത് തൊട്ടടുത്ത് ഇടുക്കിയാകുമ്പോൾ 121 മാർക്കാണ്. ഇതാണ് സംഭവം. അപ്പോൾ ശരിക്കും ഇത് അൺഫെയർ ആണോ എന്ന് ചോദിച്ചാലോ, രണ്ട് രീതിയിൽ പറയാല്ലേ. അതായത് 2 പ്രശ്നങ്ങളുണ്ട് ഇവിടെ. വേണമെങ്കിൽ നമുക്ക് പത്തനം ജില്ലയിലുള്ള ആൾക്കാർക്ക് ഒരു ആർഗ്യുമെന്റ് ചെയ്യാം, നമുക്ക് കുട്ടികൾ കുറവാന്ന്, ഞങ്ങൾക്ക് ആകെ 79 ആൾക്കാർക്ക് കിട്ടുള്ളൂ, മലപ്പുറത്ത് 650, ഞങ്ങളെക്കാൾ 10 ഇരട്ടിയോളം ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെന്ന് വേണേൽ പറയാം. അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റാണ് ഈ ഒരു സാധനം. ഒരേ പരീക്ഷ എഴുതിയിട്ട് മലപ്പുറം ജില്ലയിൽ ജനിച്ചെന്ന ഒറ്റ കാരണത്താൽ എന്താണ് 125 അല്ലെ 115 വന്ന് 116 117 മാർക്കുള്ളവർക്കൊന്നും NMMS ഇല്ല. പത്തനംതിട്ടയിലുണ്ട്. ഇത് മലപ്പുറത്തിൻ്റെ മാത്രം പ്രശ്നം കേട്ടോ. അതായത് പത്തനംതിട്ട തൊട്ട് മുകളിൻ്റെ ഓർമ്മയിൽ ഇടുക്കി ജില്ലയാണ്, അവിടെ 121 കട്ട് ഓഫ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ 115, 116, 17, 18, 19, 20 കിട്ടിയ ആൾക്കാർക്ക് എന്തില്ല, NMMS സ്കോളർഷിപ്പില്ല. ഇത് നോക്കുമ്പോൾ ചെറിയ എന്തുണ്ട്, ഒരു അൺഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫെയർ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് NMMS ഈ സ്കോളർഷിപ്പിൽ 48,000 രൂപ കിട്ടുക എന്നതിൻ്റെ കൂടെ തന്നെ അതെന്താണ്, അതൊരു മെറിറ്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഞാൻ NMMS വിന്നറാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് എന്തുണ്ട്, എജു പോർട്ടലൊക്കെ ഞങ്ങൾ അവർക്ക് സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കാറ്. ഈ വർഷത്തെ NMMS ആൾക്കാർക്ക് നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ വമ്പിച്ച സ്കോളർഷിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞാനൊരു ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പം എല്ലാ സ്ഥലത്തും NMMS വിന്നേഴ്സിന് ഒരു മെറിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്ക്,
150 മാർക്കിൻ്റെ ഒരേ ചോദ്യ പേപ്പർ കേരളത്തിലെ 14 ജില്ലകളിലും കുട്ടികൾ എഴുതി കഴിഞ്ഞാലും 115 കിട്ടിയ ചില കുട്ടിക്കുണ്ടാവും, 139 കുട്ടി കിട്ടിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു അൺഫെയർ അല്ലേ എന്ന് ചോദിച്ചാൽ അൺഫെയർ ആണ്. അത് എന്തുകൊണ്ടാണ് അൺഫെയർനെസ് വരുന്നത്? ശരിക്ക് നമ്മൾ ഈ 3475 ഉള്ള സ്കോളർഷിപ്പ് വീണ്ടും നമ്മൾ ഡിസ്ട്രിക്റ്റ് വൈസ് ഡിവൈഡ് ചെയ്യുന്നുകൊണ്ടാണ് അല്ലേ. ഡിസ്ട്രിക്ട് വൈസ് ഡിവൈഡ് ചെയ്താൽ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. മലപ്പുറത്തെ ജില്ലയിലെ കുട്ടികളോട് എന്ത് പറയാൻ, നിങ്ങൾ അധികം എഴുതരുതെന്നൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ. അപ്പോൾ ആ ഡിവിഷൻ ശരിക്കും ഒഴിവാക്കിക്കൂടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. അതായത് നമുക്ക് 3475 സ്കോളർഷിപ്പാണ്, നമ്മൾ ഒറ്റ പരീക്ഷ നടത്തുന്നത്. കേരളത്തിലെ ടോപ്പ് 3475 കുട്ടികൾക്ക് എന്ത് ചെയ്യട്ടെ, അത് കിട്ടട്ടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസ്ട്രിക്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തായിരിക്കും മൊത്തം കട്ട് ഓഫ് ഒരു 128 130 വന്ന് അവസാനിപ്പിക്കും. അതാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് ഇതിൽ എന്തുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് സ്റ്റേറ്റ് വൈസ് NMMS ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ അത് ഫർദർ ഡിസ്ട്രിക്ട് വൈസ് ഡിവൈഡ് ചെയ്യണം എന്നുള്ള ഒരു മാനദണ്ഡം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ആ മാനദണ്ഡത്തെ മറികടക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഫെയർ സാധനമാണ്. അതായത് അടുത്ത വർഷം NMMS കിട്ടുന്ന ഒരു കുട്ടി നമുക്ക് ഉറപ്പാണ് എന്ത്, കേരളത്തിലെ ടോപ്പ് 3475 കുട്ടികൾ ഒരാളാണ് അയാളെന്ന്, അവൻ എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ മലപ്പുറത്ത് ഇത് അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള ഒരു ചിന്തകൾ. സോ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, നിങ്ങൾ പറയാം. ഒരിക്കൽ കൂടെ പറയാണ്, ഈ വർഷത്തെ NMMS വിജയികൾക്ക് എഡ്യൂപോർട്ടിൻ്റെ 9ാം ക്ലാസ്സിലെ ട്യൂഷനും ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ വമ്പിച്ച ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ബൈ.